ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ ഏറ്റുമുട്ടലുണ്ടായി 3 ഭീകരർ പ്രദേശത്തുള്ളതായി രഹസ്യവിവരം ലഭിച്ചു. സൈന്യം പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. ജൂലൈ 15-നും സെപ്റ്റംബർ 11-നും സൈന്യത്തിന് നേരെ നടന്ന ആക്രമണങ്ങളിൽ പങ്കുള്ള ഭീകരരാണ് ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതെന്നാണ് സംശയം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ജമ്മു കശ്മീരിൽ ഇപ്പോഴും ഈ കിഷ്ത്വാർ മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതലാണ് സൈന്യം ഈ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചത്. മേഖലയിൽ ഭീകരവാദി സാന്നിധ്യമുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനിടെ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് ഈ ഭീകരവാദികൾ സൈന്യം തിരിച്ചടിച്ചതോടെ പിൻവാങ്ങുകയായിരുന്നു. ഇന്ന് പുലർച്ചെ വീണ്ടും സമാനമായ തരത്തിൽ നേർക്കുനേർ സൈന്യവും ഭീകരവാദികളും വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. ഭീകരർ പിന്നീടും ഒളിത്താവളത്തിലേക്ക് കടന്നു കളഞ്ഞു. ഈ ഭീകരർക്ക് വേണ്ടിയാണ് തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത്. പ്രദേശം സൈന്യം പൂർണ്ണമായും വളഞ്ഞിട്ടുണ്ട് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ഈ മേഖലയിൽ തന്നെ ശത്രു വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരവാദികളെ സൈന്യം വധിച്ചിരുന്നു. ഇപ്പോൾ ഈ പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പൂർണ്ണമായും തന്നെ വളഞ്ഞു കഴിഞ്ഞു ഭീകരരുടെ ഒളിത്താവളം എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. മോർണിംഗ് ഷോയുടെ ഈ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക ഇന്ന് രാത്രി 8:30 പ്രൈം ടൈം വിത്ത് എസ് കെ എന്ന പരിപാടിയിൽ. മോർണിംഗ് ഷോ ഇനി നാളെ രാവിലെ 7 മണിക്ക്. ഇനി ഇപ്പോഴെന്ത് സംഭവിക്കുന്നു എന്ന വാർത്താധിഷ്ഠിത പരിപാടിയുമായി അനുജ രാജേഷ് നമുക്കൊപ്പം ചേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട. ഓവർ ടു അനുജ രാജേഷ്. ഗുഡ് ബൈ.